إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവരും തന്നെ ഇന്ന് വരാനിരിക്കുന്ന SSLC എക്സാമിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് അവർ ഉയരുന്നു, ഒരു ക്ലാസ് മാറി മറ്റൊരു ക്ലാസ്സിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കേവലമായ ഒരു നമ്പറുകൾ മാത്രമല്ലാതെ മറിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രായം വർദ്ധിക്കുന്നു, ജീവിത സാഹചര്യങ്ങൾ മാറുന്നു, ചുറ്റുപാടുകൾ മാറുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെ ഓരോ രംഗത്തും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും സാഹചര്യങ്ങളാണ് നമ്മുടെ തലമുറയെ നന്മയിലേക്കും തിന്മയിലേക്കുമൊക്കെ കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെയും ഒരു പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗൗരവമായ ചിന്തകൾ, കൃത്യമായ ഇടപെടലുകൾ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക്, ആ നിലക്ക് ഒരു സ്ഥാപനത്തിൽ പഠിച്ച ആ സ്ഥാപനത്തിന്റെ ചുറ്റുപാടുകളും അധ്യാപകരും സമൂഹവുമൊക്കെയായി ഇടപെട്ട് തികച്ചും വ്യത്യസ്തമായൊരു സാഹചര്യത്തിലേക്ക് മറ്റൊരു മേഖല എന്ന നിലക്ക് തന്നെ ഉയർന്നു പോകുമ്പോൾ അവിടെ ഏത് രീതിയിലായിരിക്കണം വിദ്യാർത്ഥികൾ ഉണ്ടാകേണ്ടത്, അവരുടെ സമീപനം എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ആശങ്കയോടുകൂടി രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ നോക്കിക്കാണുന്നൊരു കാലഘട്ടത്തിൽ
വ്യക്തമായ ഉപദേശ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ, പാളിച്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്കായിരിക്കും നമ്മുടെ വിദ്യാർത്ഥി സമൂഹം എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ അതൊരു തലമുറയെ ബാധിക്കാൻ പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഓരോ വ്യക്തികളും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ നിർബന്ധമായി തീരുമെന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പുതിയ തലമുറക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊന്നും സ്വീകാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ ഉപദേശിക്കുക, ഒരു വിദ്യാർത്ഥിയെ ഉപദേശിക്കുക എന്നതൊക്കെ അതൊക്കെ ഒരു പഴഞ്ചൻ രീതിയാണ്, അതൊന്നും ഇപ്പോഴത്തെ കാലത്തെ കുട്ടിക്ക് ഇഷ്ടമല്ല എന്ന നിലക്ക് ഉപദേശങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളിൽ നിന്നും ശകാരങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കാനാണ് പല രക്ഷിതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്, നല്ലൊരു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടികളുടെ ഇഷ്ടത്തിനും അവരുടെ തോന്നിവാസങ്ങൾക്കും അനുസരിച്ച് നിന്നുകൊടുക്കുന്നവനാകണം. അങ്ങനെ ആവുമ്പോഴേ കുട്ടികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ, നമ്മുടെ മക്കളോട് നമ്മൾ പെരുമാറുമ്പോൾ അവരുടെ കൂടെ നടന്ന്, അവരോടൊപ്പം നടന്ന്, അവരുടെ ഒരു സഹോദരനായി, ഒരു സ്നേഹിതനായി, കൂട്ടുകാരനായി അങ്ങനെ പോകണം. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ബാപ്പ എന്ന സ്ഥാനം മറന്നുകൊണ്ടാകരുത്, മക്കളെന്ന സ്ഥാനം മറന്നുകൊണ്ടാകരുത്. അവരെ ഉപദേശിക്കുവാനും അവരെ ശകാരിക്കുവാനും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും എന്തുകൊണ്ടും അർഹതയുള്ളത്, കടമയുള്ളത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഉപദേശങ്ങളുടെ വാത്സല്യത്തോടുകൂടിയുള്ള, സ്നേഹത്തോടുകൂടിയുള്ള തിരുത്തലുകളുടെ ഏറ്റവും നല്ല മഹിതമായ മാതൃക ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു. അവിടെ അദ്ദേഹം എടുത്തുകൊടുത്ത ഒരു ഉപദേശം, ആ മകനെ വിളിച്ചു വരുത്തി സ്നേഹത്തോടുകൂടി നൽകിയൊരു ഉപദേശം ഖുർആൻ എടുത്തു പറഞ്ഞു. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, മോനെ നീ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, നീ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, ആ തെറ്റുകുറ്റങ്ങളാകട്ടെ നന്മകളാകട്ടെ അത് ഒരു കടുകുമണിയോളം അളവുള്ളതാണെങ്കിലും, ഒരു കടുകുമണിയുടെ അത്രയും നിസ്സാരമാണ് എങ്കിലും അതിനെ നീ ഒരു പാറക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, ആകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലോ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലോ നീ എന്നിട്ടതിനെ മറച്ചുവെച്ചു എന്ന് വിചാരിക്കുക. നീ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ ആരും കാണാതെ, ആരുമറിയാതെ, ലോകത്തൊരാളും അത് വീക്ഷിച്ചിട്ടില്ല എന്ന ബോധ്യത്തോടുകൂടി നീ ഗോപ്യമാക്കി വെച്ചൊരു തെറ്റാകട്ടെ, യഅ്തി ബിഹല്ലാ, അതിനെയൊക്കെ അല്ലാഹു കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട് മോനെ, അല്ലാഹു അത് പ്രകടമാക്കുന്നൊരു ദിവസമുണ്ട് മോനെ. അന്നേ ദിവസം നിന്നെ വിചാരണ ചെയ്യും. നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന ഉപദേശം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു പിതാവ് സ്വന്തം മകന് നൽകുന്ന ഉപദേശമാണത്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, വേണ്ടാത്തരങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ, നന്മകൾ വർദ്ധിപ്പിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം അവരിലേക്ക് ഉണ്ടാക്കിക്കൊടുക്കലുമാണ് ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുന്നത്. അത് നമ്മൾ നിർവഹിച്ചില്ല എങ്കിൽ നമ്മുടെ മക്കൾ ധാർമ്മികതയുടെ മൂല്യങ്ങളുടെ വഴിയിൽ നിന്നും അധാർമികതകളിലേക്ക്, മൂല്യച്യുതികളിലേക്ക് നടന്നു പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏത് ദിവസവും ഏത് സമയത്തും അവരുടെ പിറകെ നടക്കുക എന്നുള്ളത്, അവരുടെ കൂടെ തന്നെ ഉണ്ടാകുക, അവരെ നിരീക്ഷിക്കുക എന്നത് ഒരിക്കലും തന്നെ സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷേ അവരൊറ്റക്കാകുമ്പോഴും അവരേത് സാഹചര്യത്തിലാകുമ്പോഴും അവർ അല്ലാഹുവിനെ ഭയപ്പെടണമെന്നും അല്ലാഹുവിന്റെ നോട്ടമുണ്ട്, അവന്റെ നിരീക്ഷണമുണ്ട്. ഞാനെന്ത് തെറ്റ് ചെയ്തത് ഒളിപ്പിച്ചു വച്ചാലും അതിനെയൊക്കെ എടുത്തുകൊണ്ടുവന്ന് പരസ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന ബോധ്യം, യൗമ തുബല സറായിർ, സകലമാന രഹസ്യങ്ങളെയും
പരസ്യമാക്കപ്പെടുന്നൊരു ദിവസം. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അവർ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുവാൻ വേണ്ടി അവരാഗ്രഹിക്കുകയും ആ നിലക്ക് അവർ മറച്ചുവെക്കുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവിൽ നിന്ന് മറച്ചുവെക്കുക എന്നത് സാധ്യമല്ല എന്ന ഉത്തമമായ ബോധ്യം ആ വിദ്യാർത്ഥികളുടെ മക്കളുടെ ഇടയിലേക്ക്, മനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യവും സമയവും ഉപദേശ നിർദ്ദേശങ്ങളും കണ്ടെത്തുക എന്നത് ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യത തന്നെയാണ്. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനമായി കടന്നു വരുന്നൊരു ഘടകം എന്താണെന്നറിയോ? ദുനിയാവിന്റേതായ താൽപര്യങ്ങൾ, ദുനിയാവിന് അമിതമായ പ്രാധാന്യം നൽകുന്നതിലൂടെ നമ്മുടെ മക്കളെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിൽ പലപ്പോഴും അപാകതകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ അവരുടെ ഭൗതികമായ കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട എന്നുള്ളതല്ല. ഓരോ രക്ഷിതാവും ബാധ്യസ്ഥനാണ് അവരുടെ മക്കളുടെ കാര്യത്തിൽ. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ പാർപ്പിടം, അവരുടെ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പിതാവിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ്, ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നൊന്നും ആർക്കും വിട്ടുനിൽക്കാൻ കഴിയില്ല. പക്ഷേ അതിരമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൗതികമായ ലോകത്തെ സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് പലപ്പോഴും മതപരമായ മൂല്യങ്ങളെ, മതപരമായ വിദ്യാഭ്യാസത്തെ പാടെ അവഗണിച്ചു കളയുന്ന ഒരു സാഹചര്യമാണെന്ന് നമ്മൾ കണ്ടുവരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ പലപ്പോഴും മൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അവർ ദുനിയാവിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, എന്നാൽ പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നത്, ബാക്കിയാകുന്നത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. മറ്റു ചില ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില, വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന ഒന്നിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അവർ സ്നേഹിക്കുന്നത്. വയദറൂന വറാഅഹും യൗമൻ സഖീല, ഭയാനകരമായ, കാഠിന്യമേറിയ, കട്ടിയേറിയ, ഭാരമേറിയ അതിനുശേഷം വരാനിരിക്കുന്ന പരലോകത്തെയാകട്ടെ അവർ അവഗണിക്കുകയും ചെയ്യുന്നു, അവർ മാറ്റിവെക്കുകയും ചെയ്യുന്നു. അല്ലെ, നമ്മുടെ മക്കൾ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവരേറ്റവും നല്ല വിജയത്തിലേക്ക് എത്തണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസങ്ങൾ അവർക്ക് നൽകിയിട്ട് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവരെ എത്തിക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവർക്ക് ഭൗതിക ലോകത്ത് എത്രമാത്രം ഉയരാൻ പറ്റുമോ അത്രയും ഉയർച്ച നമ്മൾ അവർക്ക് കൊടുക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ തുല്യമായ പ്രാധാന്യത്തോടെ മതബോധവും അവർക്ക് നൽകേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ എന്താ സംഭവിക്കുക? അവരുയരങ്ങളിലേക്കെത്തും, അവരുന്നതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങും. ആ ഉയർച്ചയിലേക്ക് അവരെ എത്തിച്ച അവരെ മാതാപിതാക്കളെപ്പോലും അവർക്ക് മനസ്സിലാകാത്ത സാഹചര്യത്തിലേക്ക് പിന്നീട് അവർ കടന്നുപോകും. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടില്ലേ? മൂന്ന് മക്കൾ ഡോക്ടർമാരായിട്ടുള്ള ഒരു പിതാവിനെ ഈ അടുത്ത ദിവസമാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. അടുക്കളയുടെ ഭാഗത്ത് വിറകുകൾ കൂട്ടിവെക്കുന്ന ഒരു ചെറിയ ഷെഡുണ്ടെന്നാണ്. ആ ഷെഡിന്റെ അടുത്ത് നിന്നെന്തോ ദുർഗന്ധം വരുന്നത് കേട്ട് നാട്ടുകാരവിടെ ചെന്നതാണ്. ഭയങ്കരമായ മണം. അവിടെ ചെന്നു നോക്കുമ്പോ പ്രായമായ മാതാവ് പുഴുവരിച്ചു കിടക്കുന്നു. പുഴുവരിച്ചു കിടക്കാൻ അതിന്റെ മണം വരെയാണ്. ആലോചിച്ചു നോക്കൂ. ഒരുപാട് വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ച് ഉന്നതമായ ജോലികളിലേക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത സ്വന്തം മാതാവിനെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാത്ത മക്കൾ. കുറച്ചു മുമ്പ് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്ളാറ്റില് ഒരാള് പ്രായമായ ഒരു പിതാവിനെ ആ ഫ്ളാറ്റിലാക്കിയിട്ട് പോയി. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഫ്ളാറ്റാണ്. അവിടെ ആ പിതാവിനെ നോക്കാൻ ഒരു ഹോം നഴ്സിനെ വെച്ചു എന്നാണ്. അതിനൊരു ദിവസം ആ ഹോം നഴ്സ് ആ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഒരു വാഹനാപകടത്തിൽ പെട്ടുപോയി. വാഹനാപകടത്തിൽപ്പെട്ട് അവർക്ക് പിന്നീട് ആ വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല. കുറെ ദിവസം പിതാവിനെ വിളിച്ചു, ഒരു മറുപടിയില്ല. ഈ ഹോം നഴ്സിനെ വിളിച്ചു, അവരെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഒരു മകൻ അമേരിക്കയിൽ നിന്ന് വരുന്നതെന്ന്. ഒന്ന് നോക്കുമ്പോ ആ പിതാവിന്റെ കിടക്കയിൽ, ബെഡിൽ ഒരു എല്ല് മാത്രം, ഫോസിലുകൾ മാത്രം ബാക്കിയായിട്ട് ഇങ്ങനെ അടയ്ക്കാം. മരിച്ചിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ പിതാവിന് ഭക്ഷണം നൽകുവാൻ, വെള്ളം നൽകുവാൻ, അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ അതിനുപോലും സാധ്യമാകാത്ത വിധം മക്കൾ ഉയരങ്ങളിലേക്കെത്തി. പക്ഷേ
ആ പിതാവിന്റെ ജീവനറ്റ് പോയത്, വിശന്ന് ദാഹിച്ച് പൊരിഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ടത്, അതൊന്നും ആ മക്കൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ നമ്മൾ നൽകണം, അവർക്ക് ഭൗതികമായ ലോകത്ത് ഉയർച്ചകൾ നമ്മൾ നൽകണം. പക്ഷേ അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പിതാവാണ്, മാതാവാണ്, അവരെ നോക്കേണ്ട കടമയുണ്ട്. അള്ളാഹുവിനെ അവർ ഭയപ്പെടേണ്ടതുണ്ട്, പരലോകത്തെനിക്ക് ചെല്ലേണ്ടതുണ്ട് എന്ന ബോധം കൂടി അവർക്ക് നൽകിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്കിടയിലും ആവർത്തിക്കുന്ന കാലം വിദൂരമാവുകയില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മുടെ മക്കളുടെ പാരത്രികമായ ലോകത്തെ വിജയമുണ്ടാകണം. അവർക്ക് മൂല്യവത്തായ ധാർമ്മിക മൂല്യമുള്ള വിദ്യാഭ്യാസങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ വരുന്നത് എന്താ? ദുനിയാവിൻ്റെതായ കാര്യങ്ങളാണ് വരുന്നത്, ദുനിയാവിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളാണ് വരുന്നത്. പല ആളുകളും പള്ളിയിലൊക്കെ കൂടുതൽ സമയമിരുന്ന് ഭയങ്കരമായ പ്രാർത്ഥനയും ഭയങ്കരമായിട്ടുള്ള ആരാധനകൾ ഇബാദത്തുകളൊക്കെ കാണും. പെട്ടെന്ന് ഇങ്ങനെ ചില ദിവസങ്ങൾ എന്തേലും എന്താ പ്രശ്നങ്ങളൊന്ന് പ്രാർത്ഥിക്കൊണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു വിഷയമുണ്ട്, നമ്മുടെ എന്തേലും ദുനിയാവിൻ്റെതായ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം എടുത്തുപയോഗിക്കാനുള്ള ഒന്നായിട്ട് പ്രാർത്ഥനകളെ നമ്മൾ കാണാൻ, നമുക്ക് ഭൗതികമായ എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി മാത്രമുള്ള കാര്യമായിട്ട് പ്രാർത്ഥനകൾ നമ്മൾ സമീപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. ചില ആളുകളുടെ പ്രാർത്ഥന ഉണ്ട് എന്നാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? അല്ലാഹുവേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മകൾ ധാരാളമാക്കി തരണമേ. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവർക്ക് പരലോകത്ത് അവരുടേതായിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള നേട്ടവും പരലോകത്ത് അവർക്ക് ഉണ്ടാവുകയില്ല. ദുനിയാവിന്റെ കാര്യം മാത്രമേ അവർക്ക് ചോദിക്കാനുള്ളൂ, ദുനിയാവിൽ കിട്ടേണ്ട നേട്ടം മാത്രമേ അവരാഗ്രഹിക്കുന്നുള്ളൂ. പരലോകത്ത് അവർ വിജയിക്കണം എന്നുള്ള ആഗ്രഹം അവർക്കില്ല. അതാണല്ലോ പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പോലും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പലപ്പോഴും മദ്രസ പഠനങ്ങൾ പോലും നമ്മൾ മാറ്റിവെക്കാൻ, മദ്രസയിൽ പോലും വിടാതെ, അനന്താ രാവിലെ 7 മണിക്ക് സ്കൂളിലെ ബസ് വരും, അതൊക്കെ വലിയ അഭിമാനമായിട്ട് നമ്മൾ കാണാൻ. അപ്പം മോനും മദ്രസക്കൊന്നും പോകാനേ പറ്റിയിട്ടില്ല, ഖുർആനൊന്നും ഓന് പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്തൊരു അഭിമാനം. ഓന് ഖുർആനൊന്നും ഓതാൻ അറിയില്ല അല്ലേ? അതൊക്കെ ഒരു വലിയ നേട്ടമായി പലപ്പോഴും കാണാൻ. ആലോചിച്ച് നോക്കൂ, അതിനുള്ള സമയം അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ പോലും നമ്മുടെ മക്കളുടെ ഭൗതികമായ വിജയങ്ങളല്ലാതെ, ഭൗതികമായ നേട്ടങ്ങളല്ലാതെ, പടച്ചോനെ എന്റെ മോനെ നീ പരലോകത്ത് സ്വർഗം നേടുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനകൾ പോലും പലപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പോലും വരുന്നില്ല. ഓൾക്കൊരു അപകടം ഉണ്ടാകരുത്, ഓൾക്കൊരു രോഗം ഉണ്ടാകരുത് അല്ലെ, അവർ മയക്കുമരുന്നിലൊന്നും പെടരുത്. അതുപോലും നമ്മുടെ സ്വാർത്ഥമായ താല്പര്യമാണ്. നമ്മുടെ കാര്യത്തിന് ഒരു മയക്കുമരുന്നിലൊക്കെ പെട്ടങ്ങനെ പോയാൽ നമ്മളെ തിരിഞ്ഞു നോക്കൂല, അല്ലെങ്കിൽ നമ്മളെ തലക്കടിച്ചു വന്നു കൊല്ലും എന്നുള്ള പേടി കൊണ്ടാണ് ആ കാര്യത്തിന് പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ അവരുടെ പരലോക നേട്ടത്തിന് വേണ്ടി അത് ഉപകരിക്കണമെന്ന നിലക്ക് പോലും പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് ഭൗതികമായ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വേറെ ചില ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു പറഞ്ഞു, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ചില ആളുകളുടെ പ്രാർത്ഥന അങ്ങനെയുണ്ട്. അവർ പറയും, പടച്ചോനെ ഭൗതികമായ ലോകത്ത് നേട്ടങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ, അതേപോലെ തന്നെ പരലോകത്തും നേട്ടം നൽകണേ, നരകത്തിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ. അതാണ് പ്രാർത്ഥന. ദുനിയാവിന്റെ കാര്യങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കലും അല്ലാഹു പറയുന്നില്ല. ദുനിയാവിൻ്റെതായിട്ടുള്ള എല്ലാ നന്മകളും നമുക്ക് ഉപയോഗിക്കാം, എല്ലാ നേട്ടങ്ങളും നമുക്കെടുക്കാം, പക്ഷേ പരലോകത്തെ മറന്നുകൊണ്ടാകരുത് എന്ന് മാത്രം. നേരെ തിരിച്ചാ നമ്മൾ ദുനിയാവിന്റെ എല്ലാ നേട്ടങ്ങളും എടുക്കുന്നുണ്ട്, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ട്, പരലോകത്തെ മറന്നുകൊണ്ടാണ് എന്ന് മാത്രം. അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് എങ്കിൽ, ആ നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ, ആ മക്കൾ നാളെ നമുക്ക് അനുകൂലമായി വരികയില്ല. ആ മക്കൾ നമുക്ക് നാളെ എതിരാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഹദീസുകൾ നമ്മൾ കാണുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. എന്റെ ദീനിനെ, പടച്ചവനെ എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണം, എന്റെ കാര്യങ്ങളിൽ എനിക്ക് കരുത്താകുന്ന
എന്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടമുണ്ടാക്കിത്തരുന്ന എന്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കിത്തരണം എന്ന് പ്രാർത്ഥിക്കാൻ. വാസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹാ മആശി, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ എന്റെ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവിനെയും നീ എനിക്ക് നന്നാക്കിത്തരണം. അവിടെ നിർത്തുന്നില്ല. വാസ്ലിഹ് ലീ ആഖിറതി അല്ലതീ ഫീഹാ മആദി, എനിക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരു പരലോകമുണ്ട്, ഞാൻ തിരിച്ചു ചെല്ലേണ്ട ലോകമുണ്ട്. യഥാർത്ഥമായി ഞാൻ ജീവിക്കുന്ന സ്ഥലം അതാണ്, അവിടെയാണ് എന്റെ ജീവിതം. ഈ ദുനിയാവിലെ കേവലമായ എണ്ണപ്പെട്ട ദിവസങ്ങളല്ല, അനന്തമായ അവസാനിക്കാത്ത പരലോകം എനിക്ക് വരാനുണ്ട്. അതുകൊണ്ട് പടച്ചോനെ, എന്റെ ആഖിറത്തിനെ നീ നന്നാക്കിത്തരണം. വജഅലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ, എനിക്ക് ഈ ദുനിയാവിൽ എത്ര ദിവസം ജീവിക്കാൻ അവസരം കിട്ടുന്നുണ്ടോ ആ ദിവസങ്ങളിലെല്ലാം നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരമാക്കി എനിക്ക് തരണം. ദുനിയാവിൽ കുറെ കാലം ജീവിച്ച അത്രയും ആസ്വദിക്കാനല്ല, അത് പുതിയ കാലഘട്ടത്തിന്റെ താൽപര്യതാണ്. ദുനിയാവിൽ എത്ര ദിവസം കിട്ടിയോ അത്രയും ആസ്വദിച്ച് ചില്ല് ചെയ്ത് വൈബിലൂടെ ജീവിക്കണം എന്നുള്ളതാണ്. അതാണ് പുതിയ കാലഘട്ടം തേടുന്നത്. എന്നാൽ വിശ്വാസിയുടെ പ്രാർത്ഥന എന്താ? ഈ ദുനിയാവിൽ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും ഓരോ ദിവസവും എനിക്ക് നന്മകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാകണം. വജഅലിൽ മമാത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, ഈ ദുനിയാവിൽ ഉണ്ടാവുന്ന ഒരുപാട് ശർറുകളുണ്ട്, ആ ശർറുകളിൽ നിന്നെല്ലാമുള്ള വിമോചനമാകണം, റാഹത്താകണം മരണമെന്നുള്ളത്. മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനം നൽകുന്ന, റാഹത്ത് നൽകുന്ന ഒരു ഘടകമാണെന്നുള്ളതാണ്. മരിക്കണിൽ എന്ത് റാഹത്ത? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞല്ലോ, എന്റെ അടുക്കൽ മലക്ക് ജിബ്രീൽ വന്നു. ഒരു രീതിയിൽ പ്രവാചകൻ പറയാൻ, ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, മലക്ക് വന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് ദുനിയാവ് വേണോ പരലോകം വേണോ? ഒരടിമയോട് അള്ളാഹു ചോദിച്ചു എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അയാള് ദുനിയാവിനെ വിട്ട് പരലോകം തെരഞ്ഞെടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ രീതിയിലാണ് പറഞ്ഞത്. പരലോകമാണ് എനിക്ക് വേണ്ടത്, ദുനിയാവ് വേണ്ട എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതിനർത്ഥം ദുനിയാവിൽ നമുക്ക് കിട്ടിയ ആയുസ് വില കുറഞ്ഞൊരു സാധനമാണെന്നല്ല, പക്ഷേ അതിനേക്കാൾ വലുതായി പരലോകത്തെ കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മൂല്യവത്തായ മതബോധം മാത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കുള്ള പരിഹാരമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരും ഇന്ന് ആ നിലയ്ക്ക് ചിന്തിക്കുന്നവരാണ്. എന്താണ് പരിഹാരം? എവിടെയാണ് സൊല്യൂഷൻ ഉള്ളത്? എവിടെയാണ് നമുക്ക് പോംവഴികളുണ്ടത്? നമ്മുടെ മക്കളെ, പുതിയ തലമുറയെ, യുവാക്കളെ നന്മയിലേക്ക് നയിക്കാൻ എന്താണ് പരിഹാരം? ആ പരിഹാരം മതം മാത്രമാണ്, ധാർമ്മികത മാത്രമാണ്. അവിടെ നമ്മുടെ മക്കളെ കൃത്യമായ മദ്രസ വിദ്യാഭ്യാസം അവർക്ക് നൽകേണ്ടതുണ്ട്, മതബോധം നൽകേണ്ടതുണ്ട്. മദ്രസ കാലഘട്ടം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തുടർ മതപഠന സംവിധാനങ്ങൾ, സിയാറി പോലെയുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ യുവാക്കൾക്ക്, മുതിർന്ന ആളുകൾക്ക് പഠിക്കുവാനുള്ള ഖുർആൻ പഠന ക്ലാസുകൾ, അതിലൂടെയൊക്കെ മുന്നോട്ട് പോയെങ്കിൽ തന്നെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാനങ്ങനെ പറഞ്ഞാൽ ഞാനൊരു സദാചാര പോലീസായി മാറുമോ എന്ന് പല ആളുകൾക്കും പേടിയാണ്. ഒരു തെറ്റിനെ എതിർക്കാൻ പോലും പേടിയാണ്. ഞാനിപ്പത് പറഞ്ഞ ആൾക്കാരുടെ ഇതിന്റെ വില എന്താവും? ആ ഓലിപ്പെന്താ വിചാരിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, സദാചാരം കൽപ്പിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാകുക തന്നെ വേണം. അല്ലാഹുവിന്റെ കൽപ്പനയാണത്. ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ എതിർക്കുന്ന, ഒരു നന്മ ആളുകളോട് പറയുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗമുണ്ടാകണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ, അവരാണ് വിജയിക്കുന്ന ആളുകൾ. ഒരു തെറ്റ് കാണുമ്പോൾ അവിടെ അതിലിപ്പോ ഞാനെന്തിനാ ഇടപെടുന്നത്, ഞാനെന്തിനാ പത് നോക്കുന്നത്, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണടച്ചു പോയാൽ നമ്മൾ പരാജിതരാണ്. തെറ്റുകളെ എതിർക്കാൻ, നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലായെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരാകും. അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ പുതിയ തലമുറയിൽ
നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം അവരെ നന്മയിലേക്ക് ക്ഷണിക്കുക, ധർമ്മബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി ഇൻഷാ അല്ലാഹ് മെയ് 11 ഈ വരുന്ന ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ വെച്ച് വിദ്യാർത്ഥി സമ്മേളനം നടക്കുന്നുണ്ട്. പ്രധാനമായ തലക്കെട്ട് തന്നെ ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, ആ തലക്കെട്ടോടുകൂടി തന്നെയാണ് പ്രോഗ്രാമുകൾ നടക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളെ അത്തരം പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സജീവമായ സാന്നിധ്യം അവരെ അവിടെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഒരു വിശ്വാസിയും അവന്റെ പാരത്രികമായ ലോകത്ത് വിജയം വരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ, നടപടിക്രമങ്ങൾ അവന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. കൂടുതലായി പ്രതിഫലം ലഭ്യമാകുന്ന നന്മകളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ് ഉളഹിയ്യത്ത് എന്നുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു വിശ്വാസി തന്റെ റബ്ബിനു വേണ്ടി ബലിയറുക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവൻ വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശശുദ്ധിയോടുകൂടി അത് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കുന്നത് അവന്റെ മനസ്സിലെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, നിങ്ങൾ ബലിയറുക്കുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ല അല്ലാഹു കണക്കാക്കുന്നത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഉള്ളിലുള്ള തഖ്വയാണ്, സൂക്ഷ്മതാബോധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അളക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളൊരു കാര്യം, ഉളുഹിയ്യത്തറക്കാനൊന്നും ഇപ്പം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമല്ല, അതൊക്കെ വലിയ പൈസക്കാരെ സംഭവമല്ലേ, നമ്മളെങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളൊക്കെ എങ്ങനെ അതിനൊക്കെ കൂടുക എന്ന് പലപ്പോഴും നമ്മളൊക്കെ വലിയ ആശങ്കയോടുകൂടി പറയാറുണ്ട്. എനിക്കൊക്കെ അതിന് സാധിക്കുമോ? നമ്മളിവിടെ 7000 രൂപയാണ് ഒരാളുടെ ഒരു ഓഹരിയായിട്ട് നമ്മൾ വാങ്ങുന്നത്. 7000 രൂപയാണ് അതിലൊരു ഓഹരി. 7000 ഉറുപ്പ്യ വലിയ സംഖ്യയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ ഒരു വർഷത്തിൽ ഒരു 7000 രൂപ നമ്മൾ മാറ്റിവെക്കണം എന്ന് പറയുമ്പോൾ ആ 7000ത്തിന് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശം 583 ഉറുപ്പ്യ, 584 രൂപ മാത്രമേ വരുള്ളൂ. ഒരു മാസം 584 രൂപ നമ്മുടെ കയ്യിൽ മാറ്റിവെക്കാനുണ്ടെങ്കിൽ നമുക്ക് ഉളുഹിയ്യത്തിന്റെ ഒരു ഭാഗമായ ഒരു ഓഹരിയിൽ പങ്കെടുക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മളെ ഒരു വീട്ടിലേക്കൊരു മാസം ചിലപ്പോൾ കുട്ടികൾക്ക് മുട്ടായി വാങ്ങുന്ന പൈസ അല്ലെങ്കിൽ ഒരു ബേക്കറി വാങ്ങുന്ന പൈസ പോലും ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വരും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ചില സ്ഥലങ്ങളിൽ നമ്മുടെ പരലോക നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ചില തീരുമാനങ്ങളും ചില നിർണയങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ളതാണ്, വലിയ പൈസക്കാർക്കുള്ളതാണ്. അതൊക്കെ സ്ഥിരമായിട്ടിങ്ങനെ ഉളുഹിയ്യത്തറക്കുന്ന ഒരു ലിസ്റ്റുണ്ട്, അവർക്കുള്ളതാണ് എന്ന് വിചാരിച്ച് നമ്മളൊക്കെ മാറി നിന്നാൽ ആ പ്രതിഫലമാണ് നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക, ഒരു നിയ്യത്തെടുക്കുക. ഇപ്രാവശ്യം എന്തായാലും എനിക്ക് കൂടണം, അതിനെനിക്ക് സാധ്യമായേ മതിയാവൂ. ഇനി അടുത്ത വർഷങ്ങളിലും അതിനുള്ള പ്ലാനിംഗ് ഉണ്ടാകണം. അതിനെന്ത് വേണം? ഒരു മാസത്തിൽ 1000 രൂപ നിലക്ക് അല്ലെങ്കിൽ ഒരു 600 രൂപ നിലക്കെങ്കിലും മാറ്റിവെച്ചാൽ അടുത്ത വർഷം എനിക്ക് അത്തരത്തിലൊരു ഉളുഹിയ്യത്തിനൊരു പങ്കാളിയാകാം എന്നൊരു ചിന്ത നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ആ നിലക്കുള്ളൊരു പ്രവർത്തനവും നിയ്യത്തും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിഫലമായിരിക്കും. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ വലിയ വലിയ പോത്തിനൊക്കെ വാങ്ങിയിട്ട് അതിനെ കറുത്ത് വലിയ രീതിയിൽ വിതരണങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ കാണുമ്പോൾ പലപ്പോഴും ആഗ്രഹം ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സാമ്പത്തിക സ്ഥിതി ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹു പറയുന്നത്, അവന്റെ പ്രവാചകൻ പറയുന്നത്, ചിലപ്പോ ഒരുക്കുകൂട്ടിയ ചില്ലറ തുട്ടുകൾ കൊണ്ട് ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ എടുത്തു വെച്ച് അതുകൊണ്ട് ആത്മാർത്ഥമായി ഏറ്റവും ചെറിയൊരു ഓഹരി കൂടി ആളുണ്ടാവും.
ചിലപ്പോൾ അള്ളാന്റെ അടുക്കൽ അയാൾക്കായിരിക്കും ഏറ്റവും വലിയ സ്ഥാനം, അയാൾക്കായിരിക്കും ചിലപ്പോൾ വലിയ മഹത്വം. കാരണം അള്ളാഹു കണക്കാക്കുന്നത് അവന്റെ മനസ്സിലെ തഖ്വയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആ തഖ്വയോടുകൂടി, ആ സൂക്ഷ്മതാബോധത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി ഒരു ഓഹരിയിലെങ്കിലും എനിക്ക് ചേരാൻ സാധിക്കണമെന്ന ഉറപ്പോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക. ഇൻഷാ അല്ലാഹ് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിയമങ്ങൾ, അതിന്റെ വശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പറയാം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉളുഹിയ്യത്തിന് വേണ്ടി നമ്മൾ 7000 രൂപയാണ് ഒരു ഓഹരിക്ക് വേണ്ടി നമ്മൾ വാങ്ങുന്നത്. ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ കണ്ട് നിങ്ങളുടെ ഓഹരികൾ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നും അവസരങ്ങൾ ഉണ്ടാകും. എന്നാലും അതൊക്കെ ഇനി ലാസ്റ്റ് ഉണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ദീർഘിപ്പിക്കേണ്ടതില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ തർത്തീബുകൾ ഒരുപാടുണ്ട്, അതിനുവേണ്ട പരിശ്രമങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും സഹകരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്, ഇന്ത്യ രാജ്യം ഒരു യുദ്ധസമാനമായൊരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും പുറത്തു വരുന്നത്. ഇവിടെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്രമങ്ങളെ, അനീതികളെ, കടന്നുകയറ്റങ്ങളെ ഒരിക്കലും തന്നെ നമുക്ക് ന്യായീകരിക്കുവാനോ അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ സംസാരിക്കാനോ നമുക്ക് കഴിയില്ല. സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ വന്നുകൊണ്ട് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, ഭൂമിയിലൊരു നന്മ നടന്നതിന് ശേഷം, സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ആളുകൾ കഴിയുന്നതിന് ശേഷം നിങ്ങളവിടെ ഫസാദുകൾ ഉണ്ടാക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് സമാധാനത്തോടുകൂടി ആളുകൾ ജീവിക്കുന്നിടത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്നുള്ളത് നിർണയിക്കപ്പെട്ട കാര്യമാണ്, അത് ആവശ്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, അക്രമികൾക്കെതിരിലല്ലാതെ യാതൊരു കയ്യേറ്റവും പാടില്ല എന്നുള്ളതാണ്. അക്രമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള ശിക്ഷ തക്കതായത് കിട്ടണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു ഘടകം, പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് പാർലമെന്റിലെ ഒരു സുപ്രധാനമായ ഒരു MP അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഇന്ന് കേട്ടു. അദ്ദേഹം പറഞ്ഞത്, സർവകക്ഷി യോഗത്തിന് ശേഷം അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞത്, ഞാനടക്കമുള്ള ആളുകൾ ഇന്ന് ആ യോഗത്തിൽ സംസാരിച്ചൊരു കാര്യം യുദ്ധമുണ്ടാകണം എന്നുള്ള നിലക്കല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കണം തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം മൗലിക ബോധ്യങ്ങളെ അതേപോലെ തന്നെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് തന്നെ പക്വമായൊരു സമീപനം എടുക്കണമെന്നതാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു ഘടകം. അവിടെ അക്രമികൾ ആരാണോ തെറ്റ് ചെയ്തത് അവരിലേക്ക് മാത്രമായി കൊണ്ടുള്ള പ്രതികാര നടപടികളാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും തന്നെ അവിടുത്തെ പൊതുജനങ്ങളെയോ അവിടുത്തെ സാധാരണക്കാരെയോ ലക്ഷ്യം വെച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും തിരിച്ചുവരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? സാധാരണക്കാരുടെ വീടുകൾ, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, സ്കൂളുകളിലേക്കൊക്കെ അക്രമം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം, പ്രകോപനപരമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് സമാധാനമാണ്, ശാന്തിയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം നമ്മൾ പുറത്തുനിന്നിങ്ങനെ നോക്കുമ്പോൾ നമ്മളതൊന്നും ബാധിക്കുന്നില്ല, നമുക്കാർക്കും ഇതിന്റെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും പോലും നമ്മൾ കേൾക്കുന്നില്ല. വാർത്തകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നല്ലാതെ അതിന്റെ യഥാർത്ഥമായ പ്രത്യാഘാതങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. സമാധാനത്തിന്, ശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് നമ്മൾ വേണ്ടത്. ഒരിക്കലും യുദ്ധം പോലെയുള്ളൊരു ഘടകങ്ങളിലേക്ക് നീങ്ങാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അക്രമികളെ, തീവ്രവാദികളെ അവർക്ക് വിട്ടുവീഴ്ചയോ മാപ്പോ അർഹിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, വ്യാജമായ വാർത്തകളെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നൊക്കെ വന്നിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടക്കുകയാണ്, എല്ലാ എയർപോർട്ടുകളും അടച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്ത. പിന്നീടാണത് വ്യാജ വാർത്തയാണെന്ന് സ്ഥിരീകരിച്ചത്. അപ്പോഴേക്കും നമ്മുടെ പരിചയത്തിലുള്ള ഒരുപാട് ആളുകളാണത് ഷെയർ ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, ഇന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നാളെ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത ആൾ, അതേപോലെ തന്നെ ഇന്ന് ഹജ്ജിന്റെ യാത്രക്ക് വേണ്ടി ഇന്നും നാളെയൊക്കെ ആയി പുറപ്പെടുന്ന ആളുകൾ, അവരിലൊക്കെ ഉണ്ടാക്കുന്ന വലിയ ആശങ്കയില്ലേ? അതുകൊണ്ട് ഒരിക്കലും വ്യാജമായ വാർത്തകളെ, അനാവശ്യമായ വാർത്തകളെ പ്രചരിപ്പിക്കുന്നവരായി നമ്മൾ മാറരുത്. ഈ ഒരു പ്രശ്നത്തിന്റെ നടുവിലൂടെ, അതേപോലെ തന്നെ ഇത്തരം രാജ്യം വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങളിലും അവിടെ മതത്തിന്റെ പേരിൽ
വർഗീയതയുടെ പേരിൽ അതേപോലെ തന്നെ വിഭാഗീയതകൾ ഉണ്ടാക്കിക്കൊണ്ട് ആളുകൾക്കിടയിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരുടെ കുതന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ പലതരത്തിലുമുള്ള വാർത്തകളും കമാൻഡുകളും പ്രചരണങ്ങളുമൊക്കെയായിട്ട് ആളുകൾ വരും. അതേ നാണയത്തിൽ തന്നെ നമ്മൾ മറുപടി കൊടുത്ത് അതിനെ ആ രീതിയിൽ തന്നെ ശക്തമായി എതിർത്തെങ്കിലേ ശരിയാവുള്ള നിലക്ക് നമ്മളെന്തെങ്കിലും കമാൻഡ് ഇടുമ്പോഴായിരിക്കും അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തുക. സംയമനം പാലിക്കുകയാണ് വേണ്ടത്, വികാരമല്ല നമുക്ക് വേണ്ടത്, വിവേകമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അക്രമങ്ങൾ, അനീതികൾ നടമാടുമ്പോൾ സമാധാനത്തിനു വേണ്ടി, ശാന്തിക്കു വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മളേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യത്യസ്തമായ മേഖലകളിൽ പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഭയപ്പാടോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകണമേ. അക്രമങ്ങളിൽ നിന്ന്, അനീതികളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹു, ഞങ്ങളുടെ പുതിയ തലമുറയെ നീ നന്മയിലേക്ക് നയിക്കണമേ. ധാർമ്മിക ബോധ്യമുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല സന്താനങ്ങളാക്കി ഞങ്ങളുടെ സന്താനങ്ങളെ മാറ്റി തീർക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്ന വഴിയിൽ ധാരാളം ചതിക്കുഴികളുണ്ട്. റബ്ബേ, നിന്റെ കാവലുണ്ടാകണമേ, നിന്റെ കരുണ അവർക്കുമേലുണ്ടാകണമേ. അല്ലാഹുവേ, അത്യുന്നതമായ വിജയങ്ങളിലേക്ക്, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ ഉയർത്തണമേ. എല്ലാ തരത്തിലുമുള്ള ഫിത്തനകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ, അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹുവേ, നന്മയിൽ മുന്നേറാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഉലഹിയത്ത് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങളിൽ പങ്കാളികളാകാനുള്ള സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ ശേഷി നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നാഥ സമാധാനപരമായി ഹജ്ജ് നിർവഹിക്കുവാൻ, സ്വീകാര്യോഗ്യമായ നിലക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ നീ അവസരം പ്രദാനം ചെയ്യുമാറാകണമേ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണമേ. സമാധാനത്തോടുകൂടി അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തുവാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر الذنوب. هذا وصلوا وسلموا رحمكم الله على من أمركم بالصلاة والسلام عليه وقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. واذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم